നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറിയ അപകടം. ചെറുവാൾ പാളായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനടയാത്രികൻ മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30 സംഭവം. ആർക്കും പരിക്കില്ല. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു. കനാലിനുള്ളിൽ വയൽച്ചുള്ളി ഇനത്തിലുള്ള മുൾച്ചെടികളും ഇരുകരകളിലുമായി പാഴ്ചെടികളും വളർന്നതാണ് മറ്റത്തൂർ കനാലിനെ ശോച്യാവസ്ഥയിലാക്കിയത്. പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വീണ്ടും നീട്ടി ഹൈക്കോടതി. ആദ്യം റോഡ് നന്നാക്കിയിട്ട് വരൂ, എന്നിട്ട് ടോൾ പിരിക്കാം എന്നായിരുന്നു കോടതിയുടെ പരാമർശം. 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെങ്ങാലൂർ മണ്ണമ്പട്ട റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷനായി. വാർത്തകൾ വിശദമായി. സ്കൂൾ ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടം. ചെറുവാൾ പാളായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. എതിർവശത്തു നിന്നും അമിത വേഗതയിലെത്തിയ ബസ്സിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഒതുക്കിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞ് ബസ്സിന് മുകളിൽ പതിച്ചു. തുടർന്ന് ഭാഗികമായി ഗതാഗത തടസ്സം നേരിട്ടു. KSEB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ പോകുന്ന ബസ്സുകൾ വഴിതിരിച്ച് പാളായി വഴിക്കാണ് പോകുന്നത്. ഈ റൂട്ടിലെ അമിത വേഗതയ്ക്കെതിരെ നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു. പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനടയാത്രികൻ മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കഴിഞ്ഞ 14 രാവിലെ 5:30 അപകടം. ചെങ്ങാലൂർ റോഡിൽ നിന്നും ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായ രാജൻ ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റ ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രി മരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് നടക്കും. ഭാര്യ വസന്തി, ശരണരാജ് മകനാണ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30 സംഭവം. സ്റ്റാൻഡിൽ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സിലേക്കാണ് മരം വീണത്. സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ നിന്ന മല്ലിമരത്തിന്റെ ഒരു ഭാഗം ബസ്സുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ശേഷം നിർത്തിയിട്ട ബസ്സുകളായിരുന്നു ഇവ. ഈ സമയത്ത് യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതിരുന്നത് അപകടം ഒഴിവായി. പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു. കനാലിനുള്ളിൽ വയൽച്ചുള്ളി ഇനത്തിലുള്ള മുൾച്ചെടികളും ഇരുകരകളിലുമായി പാഴ്ചെടികളും വളർന്നതാണ് മറ്റത്തൂർ കനാലിനെ ശോച്യാവസ്ഥയിലാക്കിയത്. കനാലിൽ നീരൊഴുക്കിന് തടസ്സം വരുന്ന വിധത്തിൽ വളർന്നു നിന്ന പാഴ്ചെടികളും ചണ്ടിയും കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു. എന്നാൽ മഴക്കാലമായതോടെ കനാൽ വീണ്ടും കാടുമൂടിയ നിലയിലായി. ഇരുവശത്തുമുള്ള കനാൽ ബണ്ട് റോഡുകളിലും പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇഴജന്തുക്കളും തെരുവു നായ്ക്കളും വിഹരിക്കുന്നതിനാൽ ബണ്ട് റോഡിലെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കനാലിൽ പലയിടത്തും മാലിന്യം നിറഞ്ഞു കിടക്കുന്നതും ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ട്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാലിന് 18 കിലോമീറ്റർ നീളമാണുള്ളത്. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ, പറപ്പുകുര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ചോങ്കുളത്തിൽ അവസാനിക്കുന്ന കനാലിലും കനാൽ ബണ്ടുകളിലും പാഴ്ചെടികൾ വളർന്നു നിൽക്കുകയാണ്.
വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് ഇത്തവണയും കനാലും കനാൽ ബണ്ടുകളും വൃത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് ഇരട്ടക്കുതിപ്പ് തുടരുന്നു. തിങ്കളാഴ്ച 2 തവണ സ്വർണ്ണവില വർദ്ധിച്ചു. രാവിലെ ഗ്രാമിന് 40 രൂപ കൂടി 10,320 രൂപയായി. പവന് 320 രൂപ കൂടി 82,560 രൂപയായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില വർദ്ധിച്ചു. 45 രൂപ കൂടി വർദ്ധിച്ച് 10,365 രൂപയായി. ഇതോടെ പവന് 82,920 രൂപയായി. തിങ്കളാഴ്ച ഇരട്ടക്കുതിപ്പിൽ പവന് വർദ്ധിച്ചത് 680 രൂപയാണ്. ആഗോള വിപണിയിലും സ്വർണ്ണവില കുതിക്കുകയാണ്. ഈ മാസം 1 മുതൽ ഇന്ന് വരെ പവന് 4,920 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം പുതിയ GST നിരക്കുകൾ നടപ്പിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ദിനം ഓഹരി വിപണിയിൽ ഇടിവ് നേരിട്ടു. സെൻസെക്സ് തുടക്കത്തിൽ 387 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 106 പോയിന്റും ഇടിഞ്ഞു. എന്നാൽ പിന്നീട് വിപണി കരകയറി. നിഫ്റ്റിയിൽ IT ഓഹരികൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്നത്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCLC കമ്പനികളിൽ കടുത്ത വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. തൃക്കൂർ പഞ്ചായത്ത് കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷരായ ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വീണ്ടും നീട്ടി ഹൈക്കോടതി. ആദ്യം റോഡ് നന്നാക്കിയിട്ട് വരൂ, എന്നിട്ട് ടോൾ പിരിക്കാം എന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഒരാഴ്ച മുൻപ് നിർമ്മിച്ച മുരിങ്ങൂർ സർവീസ് റോഡ് ഞായറാഴ്ച തകർന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ പരാമർശം. ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ അനുവദിക്കാനിരിക്കെയാണ് റോഡ് തകർന്നത്. ഇതോടെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കോടതി നീട്ടുകയായിരുന്നു. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. പൊതുജനം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചെങ്ങാലൂർ മണ്ണമ്പേട്ട റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷനായി. ശിലാഫലക അനാച്ഛാദനവും MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി വിൽസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജന ഷിബു, പ്രിൻസി ഡേവിസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാഗേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP റാബിയ, PK വിനോദ്, സോജൻ ജോസഫ്, PC സുബ്രൻ, അലക്സ് ചുക്കിരി, VR രബീഷ് എന്നിവർ പ്രസംഗിച്ചു. 5 കോടി രൂപയാണ് റോഡ് നവീകരണത്തിനായി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. 5.5 മീറ്റർ വീതിയിൽ 3.250 കിലോമീറ്റർ BM/BC ടാറിങ്ങും ഡ്രൈനേജ്, കൾവർട്ടർ, കട്ടവിരിക്കൽ, ഐറിഷ് ഡ്രൈൻ, ഇലക്ട്രിക്കൽ പോസ്റ്റ് മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവൃത്തികളാണ് പദ്ധതിയിൽ നടപ്പാക്കുക. 2020 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് തല കൺവെൻഷൻ ചാലക്കുടി നിയോജക മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോർഡിനേറ്റർ സെബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. പാർട്ടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ചാലക്കുടി നിയോജക മണ്ഡല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PD വർഗീസ്, ജോർജ് മാർട്ടിൻ, വർഗീസ് PI, ലീന ജോൺ, സീജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിലെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭക്ഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. കാക്കനാട് ഗവൺമെന്റ് റീജിയണൽ അനാലിറ്റിക്കൽ ലബോറട്ടറിയിലെ റിസർച്ച് ഓഫീസർ V ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വായനശാല കമ്മിറ്റി അംഗം B കുമാരി അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ്, അജിത സുരേഷ്, ചിത ജയ്ജു എന്നിവർ സംസാരിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ AKCC യൂണിറ്റിന്റെയും അമല ക്യാൻസർ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷെബിൻ പനക്കൽ, സിനിൽ കൊടുമ്പിലായ്പറമ്പിൽ, ജസ്റ്റിൻ മുല്ലൂർ, റെനിൽ ഔസേബ്, നിതിൻ ജോസ്, റോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുലം മാഞ്ഞൂർ BBLP സ്കൂളിൽ MLAയുടെ SDF ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് KK രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷയായിരുന്നു. മുൻ അധ്യാപകരായ രമാബായ്, കുമാരി, ശോഭന എന്നിവരെ MLA ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് AEO ദിവ്യ പദ്ധതി വിശദീകരണം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സുധി രാഗേഷ്, BB അരുൺകുമാർ, OSA പ്രസിഡന്റ് KN ജയപ്രകാശ്,
PTA പ്രസിഡന്റ് AS മനോജ്, ബെന്നി ചാക്കപ്പൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ ബിജു അമ്പഴക്കാടൻ, സ്കൂൾ മാനേജർ VR ഷാജി, പ്രധാനാധ്യാപിക P ഷീല എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റോസ് ദിനം ആചരിച്ചു. ക്യാൻസർ രോഗികളെ ആദരിക്കുന്നതിനും പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 22-നാണ് ലോക റോസ് ദിനം ആചരിക്കുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുള്ള സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ നടന്ന റോസ് ദിനാചരണത്തിൽ ഡോക്ടർ CN നളിനി, കിലയുടെ ജില്ലാ റിസോഴ്സ് പേഴ്സൺ CN വിദ്യാധരൻ, സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് P തങ്കം എന്നിവർ പ്രസംഗിച്ചു. 2025 ലോക റോസ് ദിനത്തിന്റെ പ്രമേയം റോസാപ്പൂക്കളിലൂടെ പ്രതീക്ഷ പകരുക എന്നതാണ്. ക്യാൻസർ രോഗികൾക്ക് ദയ, അനുകമ്പ, വൈകാരിക പിന്തുണ എന്നിവയുടെ പ്രാധാന്യമാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പറപ്പൂക്കര സെന്റ് ജോൺ നെബുൻസ്യാൻ ഫൊറോന പള്ളിയിലെ സൊസൈറ്റി ഓഫ് വിൻസെന്റ് പോൾ പറപ്പൂക്കര കോൺഫറൻസിന്റെ 79ാം വാർഷികവും സൗജന്യ കിഡ്നി രോഗ സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ കിഡ്നി രോഗ സ്ക്രീനിംഗ് ക്യാമ്പ്. പറപ്പൂക്കര ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസ് പ്രസിഡന്റ് PL ഷാജൻ അധ്യക്ഷനായി. CC പ്രസിഡന്റ് TL ജോർജ്, AC പ്രസിഡന്റുമാരായ MR ജോർജ്, VD സൈമൺ, കൈക്കാരൻ PD ആൻഡോ, ഏകോപന സമിതി പ്രസിഡന്റ് വർഗീസ് ആലപ്പാട്ട്, സിജോ ജോസ്, CO വർഗീസ്, ജോൺ P ചിറയത്ത്, വർഗീസ് മഞ്ഞളി, UJ ജോണി, PD ക്ലീറ്റസ് എന്നിവർ പ്രസംഗിച്ചു. മുൻ MP K മോഹൻദാസിന്റെ 29ാം ചരമദിനം കേരള കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP പോളി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കരിപ്പേരി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ജോൺ വട്ടക്കുഴി, PC കറപ്പൻ, ജോണി പുതുശ്ശേരിപ്പടി, പോൾ കൊമ്പൻ, രാജൻ പൈനാടത്ത്, VK ആന്റണി, KC ജോസഫ്, TK തിലകൻ, TR ഷാജു എന്നിവർ പ്രസംഗിച്ചു. കാട്ടുപന്നി ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്ത വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. വടക്കാഞ്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ BJP ഉപരോധിച്ചു. അറസ്റ്റിനു ശേഷം മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബാംഗം ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ പീഡനവും മർദ്ദനവും മൂലമായിരുന്നു ആത്മഹത്യ എന്നാണ് ആരോപണം. സംഭവത്തിന് ഉത്തരവാദികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുക, മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് ഉദ്ഘാടനം ചെയ്തു. അതേസമയം സംഭവത്തിൽ ജില്ലാ ഭരണകൂടം സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ബെന്നി ചെറുവത്തൂർ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മൃതസംസ്കാര കർമ്മത്തിന്റെ ആദ്യ ഭാഗം നോർത്ത് ചാലക്കുടിയിലുള്ള ഫാദർ ബെന്നിയുടെ തറവാട് ഭവനത്തിൽ നിന്നാരംഭിക്കും. 1 മണി മുതൽ നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. തുടർന്ന് 2:30 വിശുദ്ധ കുർബാനയ്ക്കും മറ്റു തെരുവ് കർമ്മങ്ങൾക്കും ശേഷം നോർത്ത് ചാലക്കുടി ഇടവക പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കും. തിങ്കളാഴ്ച രാവിലെ 9-ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1968 ഡിസംബർ 25-ന് ചെറുവത്തൂർ ഈനാശു മേരി ദമ്പതികളുടെ മകനായി നോർത്ത് ചാലക്കുടിയിലാണ് ഫാദർ ബെന്നി ജനിച്ചത്. സണ്ണി, ഫാദർ പോൾ ചെറുവത്തൂർ, ജോൺസൺ, ബീന എന്നിവർ സഹോദരങ്ങളാണ്. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇരിങ്ങാലക്കുട സെന്റ് പോൾസ് മൈനർ സെമിനാരിയിലും ആലുവ കാർമൽഗിരി സെമിനാരിയിലും കോട്ടയം വടുവാതൂർ സെന്റ് തോമസ് അപ്പോസ്റ്റലിക് സെമിനാരിയിലും വൈദിക പരിശീലനം നടത്തിയ ഫാദർ ബെന്നി മാർ ജെയിംസ് പഴയാറ്റിൽ നിന്നാണ് 1994 ഡിസംബർ 28-ന് പൗരോഹിത്യം സ്വീകരിച്ചത്. സൗത്ത് താണിശ്ശേരി, ഇരിങ്ങാലക്കുട കത്തീഡ്രൽ, പറപ്പൂക്കര ഫൊറോന, ആളൂർ എന്നിവിടങ്ങളിൽ അസ്തേന്തിയായും പാറേക്കാട്ടുകര, അരൂർമൊഴി, പിള്ളപ്പാറ, മടത്തുംപടി, തിരുമക്കുളം, പെരുമ്പടപ്പ്, ചന്ദ്രാപിന്നി ഈസ്റ്റ്, കൊടുങ്ങ, അമ്പനോളി, കൊന്നക്കുഴി, പുത്തഞ്ചിറ ഈസ്റ്റ്, മാരാങ്കോട്, ചെമ്മണ്ട, വെള്ളിക്കുളങ്ങര, പൂത്തിങ്കൽ എന്നിവിടങ്ങളിൽ വികാരിയായും ഇരിങ്ങാലക്കുട രൂപത സാക്രിസ്റ്റ്യൻ ഫെലോഷിപ്പിന്റെ ഡയറക്ടറായും ഫാമിലി അപ്പോസ്റ്റലേറ്റ്, ആളൂർ നവചൈതന്യ എന്നിവയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും വിവിധ കോൺവെന്റുകളുടെ കപ്ലോനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ശുശ്രൂഷകൾ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ, ഹൊസൂർ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പള്ളപ്പറമ്പിൽ, യൂറോപ്പിന്റെ അപ്പോസ്റ്റലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത്, കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഫാദർ ഡോക്ടർ മംബ്രോസ് പുത്തൻവീട്ടിൽ, ഓസ്ട്രേലിയ മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകും.
60 വയസ്സ് കഴിഞ്ഞ എല്ലാ മുൻ പ്രവാസികളെയും പെൻഷൻ പദ്ധതിയിൽ കൊണ്ടുവരണമെന്ന് കേരള പ്രവാസി സംഘം കൊടകര ഏരിയ സമ്മേളനം സർക്കാരിനോട് പ്രമേയം വഴി ആവശ്യപ്പെട്ടു. മുൻ പ്രവാസികളിൽ ഭൂരിപക്ഷവും 60 വയസ്സ് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ പദ്ധതിയുടെ പുറത്താണ് ഇവർ. 5 വർഷത്തെ മുഴുവൻ തുകയും ഒരു തവണയായി അടപ്പിച്ച് അവരെ കൂടി പെൻഷൻ പദ്ധതിയിൽ കൊണ്ടുവരണമെന്നാണ് സമ്മേളനത്തിന്റെ ആവശ്യം. സംസ്ഥാന കമ്മിറ്റി അംഗം MA നാസർ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കല്ലിങ്ങപ്പുറം അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, KK രാമകൃഷ്ണൻ, ജോഷി C മഞ്ഞളി, MK ശശിധരൻ, ബൈജു വൈപ്പൻകാടൻ, ഷാജു കാവുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി ജോഷി C മഞ്ഞളിയെയും പ്രസിഡന്റായി NR സുകുമാരനെയും ട്രഷററായി സുരേഷ് കല്ലിങ്ങപ്പുറത്തെയും സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം ഏകദിന ക്യാമ്പ് തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ സെപ്റ്റംബർ 28 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ നടത്തും. രാവിലെ 10 നടക്കുന്ന സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം നിർവഹിക്കും. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര എന്നിവർ പങ്കെടുക്കും. ഡോക്ടർ അരുൺ കരിപ്പാൽ, അഡ്വക്കേറ്റ് മായാദാസ് എന്നിവർ ക്ലാസ് എടുക്കും. തൃശൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 44-കാരന് ഇരട്ട ജീവപര്യന്തവും 5 വർഷം കഠിന തടവും ശിക്ഷ. ചേർപ്പ് തിരുവുള്ളക്കാവ് സ്വദേശി കാർത്തിക്കിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2023 മുതൽ 2024 ജൂൺ വരെയുള്ള പല ദിവസങ്ങളിൽ പ്രതിയുടെ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിച്ചുമായിരുന്നു പീഡനം. പ്രതിയുടെ ഭാര്യയും മക്കളും അമ്മയും വീട്ടിലില്ലാത്ത സമയത്താണ് പീഡിപ്പിക്കാറുള്ളത്. 15 സാക്ഷികളെ വിസ്തരിക്കുകയും 25 രേഖകളും 3 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS സുനിത, അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ ഹാജരായി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മധ്യപ്രദേശ് ഉമരിക്ക ജില്ലയിലെ കജ്ര സ്വദേശി 22 വയസ്സുള്ള തേജ്പാൽ സിംഗിന്റെ മൃതദേഹം അപകടം നടന്ന അഴീക്കോട് ജെട്ടി പരിസരത്തു നിന്നുമാണ് കണ്ടെത്തിയത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലിറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് ഇയാളെ കാണാതായത്. തീരദേശ പോലീസും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് അഴീക്കോട് തീരദേശ പോലീസ് ബോട്ട് എത്തി മൃതദേഹം കരയിലെത്തിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. 2025-27 DL.Ed കോഴ്സിന്റെ സർക്കാർ എയ്ഡ്സ് സ്വാശ്രയ TTIകളിലേക്കുള്ള 1ാം ഘട്ട പ്രവേശനത്തിനായി അഭിമുഖം സെപ്റ്റംബർ 22, 23, 24 തീയതികളിൽ നടത്തും. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുതൽ ആണ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്ററീസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള പ്രവേശന അഭിമുഖം നടക്കുക. ഫോൺ 0487 2360 810. ESI കോർപ്പറേഷനും എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരാതി പരിഹാര യോഗം നിധി ആപ്കെ നികട്ട് 2.0 തൃശൂർ ESI കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിൽ വെച്ച് സെപ്റ്റംബർ 29 രാവിലെ 10 മണിക്ക് നടത്തും. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ആനുകൂല്യം സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാനും പരാതി പരിഹാരത്തിനും അന്നേ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,365 രൂപയും പവന് 82,920 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ കാങ്കിൽ മോഹനൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് ചാക്കോച്ചിറ ചാലക്കൽ ലൂവിസ് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ബിന്ദു, സിൻഡോ, വചന എന്നിവർ മക്കളാണ്. കൊടകര മരത്തോമ്പിള്ളിക്കര മുണ്ടാപ്പിള്ളി ഭഗവതി പ്രസാദ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 പോട്ട ശ്മശാനത്തിൽ. ഭാര്യ പരേതയായ സരസ്വതി, മനേജ് കുമാർ, മീനാകുമാരി, മഞ്ജുള ദേവി, മരുമകൻ രവീന്ദ്രൻ. വേലുപ്പാടം കാരികുളം തട്ടുങ്കൽ മാണി എന്ന മാനുവൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം
ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ. ഭാര്യ പരേതയായ ഡില്ല, സെന്റ് മാനുവേൽ, ബെന്നി, ജൂലി എന്നിവർ മക്കളും, ലിസി, ലെന, ഷാജി ആൻഡോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറിയ അപകടം. ചെറുവാൾ പാളായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനടയാത്രികൻ മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു. കനാലിനുള്ളിൽ വയൽച്ചുള്ളി ഇനത്തിലുള്ള മുൾച്ചെടികളും ഇരുകരകളിലുമായി പാഴ്ചെടികളും വളർന്നതാണ് മറ്റത്തൂർ കനാലിനെ ശോച്യാവസ്ഥയിലാക്കിയത്. പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വീണ്ടും നീട്ടി ഹൈക്കോടതി. ആദ്യം റോഡ് നന്നാക്കിയിട്ട് വരൂ, എന്നിട്ട് ടോൾ പിരിക്കാം എന്നായിരുന്നു കോടതിയുടെ പരാമർശം. 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെങ്ങാലൂർ മണ്ണമ്പട്ട റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.